നമുക്കിന്ന് ഓണത്തിന് സ്പെഷ്യലായിട്ട് കപ്പ കൊണ്ട് ഒരു പ്രഥമൻ തയ്യാറാക്കാം. ആദ്യം ഒരു കപ്പ എടുത്ത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പം കപ്പ നന്നാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പൊളിച്ച് ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ, ഒരു വേര് പോലെ പാസ് ചെയ്യുന്നത് അത് നമ്മൾ എടുത്ത് മാറ്റണം. കണ്ട ഇങ്ങനെ മാറ്റി ക്ലിയർ ആക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം 1/2 കിലോ കപ്പയാണ് ഞാൻ എടുത്തുള്ളത്. 1/2 കിലോ കപ്പ നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞ് തിളപ്പിച്ച് വേവിച്ചെടുത്തതിന് ഇനി നമുക്ക് നല്ലോണം ഇത് മിക്സിയിൽ അരച്ചു കൊണ്ടുവരാം. 1/2 കിലോ കപ്പ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാളികേരപ്പാലുണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്താൽ മതി. 3-ാം പാല് ചേർത്തിട്ടാണ് ഇപ്പോൾ അരച്ചു കൊണ്ടുവന്നത്. ഒരു കപ്പ് കപ്പ നമ്മൾ ചെറുതാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയൊരു പോണിയിലിട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം. ജസ്റ്റ് ഒരു തള വന്നാൽ മതി. നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പോണിയിൽ വെള്ളം വെച്ച് നമുക്ക് മാറ്റി വെച്ച് ചെറുതാക്കി നുറുക്കിയ കപ്പ അതിലേക്ക് ചേർക്കാം. ഇതൊന്ന് തിളച്ചൊന്ന് എടുത്താൽ മതി. 1/2 കിലോ ശർക്കര വെള്ളം ഒഴിച്ച് ഉരുക്കി വെച്ചുള്ളതാണ് നമ്മൾ പാനിയാക്കി എടുത്തിട്ടുണ്ട്. 1.5 നാളികേരത്തിൻ്റെ പാല് എടുത്തിട്ടുണ്ട്. ഇത് 1-ാം പാല്, അതായത് തലപ്പാല്. പിന്നെ ഇത് 2-ാം പാല്. നമ്മൾ പായസം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ നാളികേരക്കൊത്ത് നല്ലോണം കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചുക്കുപൊടി, പിന്നെ 10 ഏലക്കായ പൊടിച്ചത്. 1/4 കപ്പ് നെയ്യ് നമുക്ക് ചേർക്കാം. ആദ്യം നെയ്യ് കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് പരക്കപ്പോളായിട്ട് നെയ്യിൽ നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പും അതുപോലെ നാളികേരക്കൊത്തൊക്കെ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർക്കാം. അതൊന്ന് മൂത്തെടുക്കാം. നമ്മുടെ പായസം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നമ്മളിപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ കപ്പ ഒന്ന് ചെറുതാക്കി നുറുക്കിയത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞാൽ അത് നമുക്ക് നിർത്തിയിട്ടെടുക്കാം. നാളികേരക്കൊത്ത് ഇടുന്നുണ്ട്. ഇതൊന്ന് വെള്ളമൊക്കെ വറ്റിയ നാളികേരം ഉണ്ടല്ലോ, കൊട്ടത്തേങ്ങ പോലത്തെ നാളികേരാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും പായസത്തിന്. ബ്രൗൺ നിറയുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. പായസത്തിൽ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് നാളികേരക്കൊത്താണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മൾ കൊള്ളിയും വേവിച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അരച്ച് വെച്ച കപ്പ നെയ്യായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് ചേർന്ന് വരക്കാം. കപ്പ കണ്ട ചെറിയ കഷ്ണങ്ങളൊക്കെ വെന്തുണ്ട്. ഇനി നമുക്കത് വെള്ളം ഊറ്റിക്കളയാം. അപ്പം കപ്പ പാകമായിട്ട് നമ്മളത് മാറ്റി വയ്ക്കുക, ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം കപ്പയും അതുപോലെ തന്നെ നെയ്യൊക്കെ നല്ലോണം ഒന്ന് യോജിച്ച് വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടത് ഇപ്പം നെയ്യും കപ്പയൊക്കെ ഒന്ന് യോജിച്ചുണ്ട്. അതിന് ശേഷം നമുക്ക് നമ്മൾ ശർക്കര ഉരുക്കിയത് ചേർക്കാം. 1/2 കിലോ ശർക്കര പാനിയാക്കിയിടുന്നത്. എന്നിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക. അതിൽ തന്നെ കിടന്നൊന്ന് വേവട്ടെ. നല്ലോണം ഈ സമയത്ത് മിക്സ് ചെയ്യണം. എന്താ വെച്ചാൽ അരിച്ചെടുത്തിട്ടുണ്ട്, എന്നാലും വല്ല കട്ടിയ തരി എങ്ങാനും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി നല്ലോണം നമ്മൾ ഇളക്കി നിൽക്കണം കേട്ടോ. വളരെ ടേസ്റ്റായിട്ടുള്ളൊരു പായസമാണ് കപ്പ പായസം. ഒരു വെറൈറ്റി പായസം കൂടിയാണ്. ഇപ്പോൾ ഈ ഓണത്തിന് നമുക്ക് എല്ലാവർക്കും കപ്പ കൊണ്ട് ഒരു പായസം തയ്യാറാക്കാം. അപ്പോൾ പായസത്തിന് നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കാം. അതേ കണ്ട നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ നെയ്യ് ഒഴിക്കുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി ചെയ്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം നെയ്യ് ഒഴിച്ചിട്ട് തന്നെ. പിന്നെ അതേ നമ്മൾ ശർക്കര നീര് ചേർത്തിട്ടൊന്ന് തിളച്ച് വരണം. നമുക്ക് നാളികേരത്തിൻ്റെ 2-ാം പാല് ചേർക്കാം. അപ്പോൾ നമ്മൾ 2-ാം പാല് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിച്ച് വരട്ടെ. വളരെ ഈസി മെത്തേഡാണ്. നമ്മുടെ കപ്പയൊക്കെ ആദ്യമേ തന്നെ വെന്ത കാരണം നല്ല വേവ് കുറവും വരില്ല. എല്ലാവരും സേമിയ പായസമൊക്കെ ചെയ്യാറുണ്ടോ പതിവ്. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം ഇപ്രാവശ്യം ഓണത്തിന് ട്രൈ ചെയ്യാം. അപ്പം 2-ാം പാൽ ഒഴിച്ച് തിളച്ച് ഒന്ന് വരുമ്പോൾ നമുക്ക് ചുക്കുപൊടിയും ഏലക്കായപ്പൊടിയും ചേർക്കാം. ചുക്കുപൊടി ഒരു വലിയ സ്പൂൺ ചുക്കുപൊടി, അതുപോലെ തന്നെ ഏലക്കായ 10 ഏലക്കായ പൊടിച്ച്,
ഒന്ന് മിക്സ് ചെയ്ത് വരാം. ഈ നേരത്ത് നമുക്ക് മധുരം പോരായി ഉണ്ടെങ്കിൽ ചേർക്കാം. ഇതൊക്കെ ഓക്കെയാണ്. 1/2 കിലോ കപ്പയ്ക്ക് 1/2 കിലോ വെല്ലം കറക്റ്റ് പാകാം. ഇനി അധികം വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഇത് കറക്റ്റായിട്ടിരിക്കും. ഇതാണ് നമ്മുടെ കപ്പ പ്രഥമൻ. അപ്പോൾ ഈ ചുക്കുപൊടി ഏലക്കായ പൊടിയൊക്കെ ഇതൊന്ന് തിളച്ച് വെന്ത് വരും ചെയ്യും. അതുപോലെ തന്നെ എല്ലായിടത്തേക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും ചെയ്യും. അപ്പം ഒന്ന് കുറുകി വരണം. വലിയ പാത്രത്തിൽ വേണം നമ്മൾ പായസം തയ്യാറാക്കാനായിട്ട്. ചെറിയ പാത്രമാകുമ്പോൾ അങ്ങനെ ഇളക്കി യോജിച്ച് വരില്ല. ഇത് ഞാനൊരു ചെറിയൊരു ഉള്ളിലാണ് തയ്യാറാക്കിയത്. ചുക്കുപൊടിയും ഏലക്കായ പൊടി ഇട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച കപ്പ കഷ്ണങ്ങൾ ചേർക്കാം. ഇത് വേവിച്ച് വെച്ചതാണ്. അപ്പം നമുക്ക് പായസം കഴിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടാനാണ്. എന്നിട്ടൊന്ന് യോജിപ്പിക്കുക. ഇത് അധികം വേവിക്കാണ്ട് എടുക്കണം കേട്ടോ, അപ്പോഴത് ഉടഞ്ഞു പോവില്ല. അപ്പം അതിന് ശേഷം നമുക്ക് നമ്മുടെ 1-ാം പാല് ചേർക്കാം. നമ്മൾ തലപ്പാൽ എന്ന് പറയണത് 1-ാം പാല്, അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അധികം തിളക്കരുത്. തള വരുന്നതോടുകൂടി നമുക്കിത് ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കപ്പ പായസം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമ്മുടെ പായസം 1-ാം പാൽ ഒഴിച്ച് ഒന്ന് തള വരുന്നുള്ളൂ. കണ്ട ഈ ഒരു പാകത്തിൽ നമ്മൾ ഓഫ് ചെയ്യണം. നമുക്ക് എന്നിട്ട് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ സമയത്ത് നമ്മൾ കുറച്ച് നാളികേരം വറുത്തത് ചേർക്കണം. പിന്നെ കാഷ്യൂനട്ടും ചേർക്കാം. പ്രഥമനായ കാരണമാണ് ഞാൻ കിസ്മിസ് ഒഴിവാക്കിയിട്ട് നാളികേരം വറുത്തത് ചേർത്തത്. ചൂടാറിക്കഴിഞ്ഞാൽ ഇതൊന്നും കൂടി ഒന്ന് കട്ടിയിലാവും. അപ്പോൾ ഇത്രയും കൂടി ടേസ്റ്റ് ആവും. അപ്പം നമ്മുടെ കപ്പ കൊണ്ടുള്ള പ്രഥമൻ തയ്യാറായിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ളൊരു പ്രഥമനാണത്. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. അധികം നേരമൊന്നും വേണ്ട. എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.